ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ഒക്ടോബർ മന്ത് റീഡിംഗ് ആണ്. ഇപ്പോൾ നവരാത്രി സമയമൊക്കെ അല്ലേ, നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടിക്കാണും. എന്തൊക്കെ സന്തോഷങ്ങളാണ്, എന്തൊക്കെ ഭാഗ്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ റീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് പൈൽ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. മന്ത് റീഡിംഗ് അല്ലേ. അപ്പോൾ ഇത് ഫസ്റ്റ് പൈലാണ് റെഡ് ലോട്ടസ് ഫ്ലവർ. ഇത് സെക്കൻഡ് പൈലാണ് യെല്ലോ ലോട്ടസ് ഫ്ലവർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. കുറച്ച് ഒറാക്കിൾ കാർഡ്സ് ഉണ്ട്, കുറച്ച് മൂണോളജി, അതുപോലെ തന്നെ സോളോ ഒറാക്കിൾസ്, അങ്ങനെ കുറച്ച് കാർഡ്സ് ഉണ്ട്. ഞാനതൊക്കെ ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ടാരോ കാർഡ്സ് കൂടി റീഡ് ചെയ്തിട്ട് നോക്കാം. സെലക്ട് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. നമുക്ക് 10 ടാരോ കാർഡ്സ് വീതം എടുക്കാം. 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളിപ്പോൾ ഉത്സാഹപൂർവ്വ സാമ്പത്തികം നേടിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലേക്കാണെന്നാണ് കാണുന്നത്. അതിനായിട്ട് നിങ്ങളിപ്പോൾ കുറേ പാടുപെടുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഒരു ജോലിക്ക് വേണ്ടി ചിലപ്പോൾ നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടാവാം. ജോലിക്ക് വേണ്ടി നിങ്ങൾ കുറച്ചൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്ന എനർജി, അതുപോലെ തന്നെ ചെറിയ ജോലിയാണ് കിട്ടിയത് എങ്കിൽ അതിൽ കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാൻ വേണ്ടി ഉള്ള ശ്രമം ഇവിടെ നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള എനർജീസ് നിങ്ങളിൽ ഉണ്ട്. തീർച്ചയായിട്ടും അത് ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് പോകാതിരിക്കില്ല. അടുത്തതായിട്ട് നമുക്ക് എന്താ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഞാൻ പറഞ്ഞില്ല ആ ഒരു എനർജി. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളിൽ നിന്ന് ഇവിടുന്ന് മാറിപ്പോകും. കുറേ നെഗറ്റീവ് അടിച്ചിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിച്ചത് ലഭിക്കുമോ, ആഗ്രഹിച്ച ജോലി ലഭിക്കുമോ, ആഗ്രഹിച്ച പാർട്ട്ണർ വന്നു ചേരുമോ, അതുമല്ല എങ്കിൽ മറ്റു ചില സാഹചര്യങ്ങൾ വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നത് ഇവിടെ വന്നു ചേരുമോ, ഇതൊക്കെ ആലോചിച്ച് നിങ്ങൾ ഇവിടെ നെഗറ്റീവായിട്ട് ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതുമല്ല എങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ നിന്നും നിങ്ങൾ മുന്നോട്ടൊരു വളർച്ചയിലേക്ക് പോകുമ്പോൾ അതിനെ തടയാനായിട്ട് ഏതോ ഒരു ശക്തി നിങ്ങളോടൊപ്പം ഉണ്ട് എന്നും കാണുന്നുണ്ട്. എന്തോ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ അതിൽ നിന്നും പിന്മാറാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നിങ്ങൾക്ക് യേശുകയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജിയാണ്. കാരണം നിങ്ങൾക്കൊരു ഭാഗ്യസമയം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗ്യസമയം വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളിലേക്ക് നല്ല നല്ല ചില അനുഭവങ്ങളാവും വരാൻ പോകുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ കണ്ടില്ല, നിങ്ങൾക്ക് എന്തോ ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ. അതുമല്ല എങ്കിൽ നിങ്ങൾ സാമ്പത്തികം കൂടുതലായിട്ട് നേടണം, ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തികമായിട്ട്, അല്ലെങ്കിൽ മണി ഏൺ ചെയ്യണം എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ അതിനെ മാത്രം ലക്ഷ്യമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്തിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നു, സാമ്പത്തികം വരാൻ വേണ്ടിയുള്ള മാനിഫെസ്റ്റേഷൻ ആവാം. അതുമല്ല എങ്കിൽ നിങ്ങൾ ഒരു നല്ല ഹീലർ ആവാം. നിങ്ങൾ എന്തോ ഒരു ജോലിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു ടീച്ചർ ജോലിയാവാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നല്ല ഒരു ജോലിക്ക് വേണ്ടി നഴ്സാവാം. അങ്ങനെയുള്ള ചില ജോലികൾക്ക് വേണ്ടി നിങ്ങളിവിടെ കാത്തിരിക്കുന്നതായിട്ട്, അത് നിങ്ങളിലേക്ക് അങ്ങനെ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നു. അടുത്തതായിട്ട് എന്താണ് നമുക്ക് നോക്കാം.
പ്രശ്നങ്ങളുണ്ട്. കണ്ടില്ലേ? അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ കൂടെയും ഒരു സമാധാനമില്ലാത്ത ഒരവസ്ഥയുണ്ട്. പക്ഷെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങൾ തരണം ചെയ്യുന്നുണ്ട്, മറികടന്ന് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. ബൗണ്ടറി സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൂടുതലായിട്ട് മണി ഏൺ ചെയ്യണം, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എപ്പോഴും അതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് ഇവിടെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ലവേഴ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് ആരോ വരുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളിവിടെ നോ കോണ്ടാക്ട് അവസ്ഥയിലായിരിക്കാം. അതുമല്ല എങ്കിൽ നിങ്ങളിവിടെ ഏതെങ്കിലും ഒരു മാരേജ് പ്രപ്പോസൽ വേണ്ടി നോക്കിയിരിക്കുന്ന ആൾക്കാരാവാം. എന്തായാലും നിങ്ങളിലേക്ക് ഒരു പുതിയ പാർട്ട്ണർ വരുന്നത് നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഈ ഒരു എനർജിക്ക് നല്ലതുപോലെ ദൈവാനുഗ്രഹമുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പിരിഞ്ഞു പോയ പാർട്ട്ണർ, ഒന്നുകിൽ നിങ്ങളോട് വഴക്കിട്ട് പിരിഞ്ഞു പോയ, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ആയിട്ടിരുന്ന ചില വ്യക്തികൾ ഉണ്ടാവാം. അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ദൈവികമായ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മൂണിന്റെ എനർജിയാണ്. അതെ, തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ എന്തോ പേടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് എനർജിയിലാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് മറികടക്കാൻ ഇപ്പോൾ സാധിക്കും. കാരണം അതിന് തക്കതായ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇത് ചില രാശിക്കാർക്ക് പ്രത്യേകിച്ചും അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ബാധിക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ പേടിയുണ്ട്, ആങ്സൈറ്റി, ഫിയർ, ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള എനർജിയിൽ നിന്ന് മുന്നോട്ട് വരുന്നു, നിങ്ങൾക്കൊരു നല്ല ചേഞ്ച് വരുന്നുണ്ട് എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. അടുത്തതായിട്ട് കണ്ട 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങളിവിടെ സാമ്പത്തികമായിട്ട് മണി കൂടുതൽ ഏൺ ചെയ്യാൻ വേണ്ടി ആരോടൊക്കെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ പുതിയൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി നിങ്ങൾ 2-3 പേർ കൂടിച്ചേർന്ന് അതിനുള്ള പദ്ധതി ഇവിടെ പ്ലാൻ ചെയ്യുന്നു എന്നുമാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആരോടെങ്കിലും സംസാരിക്കുന്ന എനർജി ആവാം. എന്തെങ്കിലും വീടിന്റെ ആവാം, അതുമല്ലെങ്കിൽ ചില ക്ഷേത്രങ്ങളുടെ ആവാം, ചിലപ്പോൾ കുടുംബക്ഷേത്രങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാവാം, അതുമല്ല എങ്കിൽ നിങ്ങൾ കോടതി കാര്യങ്ങളിൽ നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നതും ആവാം. എന്തായാലും നിങ്ങൾ 2-3 പേർ കൂടി ചേർന്ന് എന്തൊക്കെയോ നിങ്ങൾ മുന്നോട്ടുള്ള ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എംപററുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. ശരിയാണ്, നിങ്ങൾ മുന്നോട്ടൊരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. അതുവഴി നിങ്ങൾക്ക് ചിലപ്പോൾ ഗവൺമെന്റ് ജോബ് കിട്ടാനുള്ള സാധ്യത അത് നോക്കിയിരിക്കുന്നവർക്ക്, അതിനായിട്ട് നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്ന് ഇവിടെ കാണുന്നുണ്ട്. അതുവഴി നിങ്ങൾ നല്ലൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്ന എനർജിയുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്പം ഈഗോ ഉണ്ടെങ്കിൽ ഒരുപാട് അനുഭവജ്ഞാനമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. ഈ ഒരു അനുഭവജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് കഴിയുന്നു. അതുമല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഇത്തരത്തിലുള്ള കാര്യത്തിന് വേണ്ടി ആശ്രയിച്ചു വരുന്നതായിട്ടും ഇവിടെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള മാർഗങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും വീട്ടിൽ വിവാഹം നടത്തുന്നത്, അല്ലെങ്കിൽ കുട്ടികളുടെ ജനനം, അതുവഴിയൊക്കെ നിങ്ങൾ സന്തോഷിക്കുന്ന എനർജിയാണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. അതുമല്ല എങ്കിൽ ചിലപ്പോൾ ഉല്ലാസ യാത്രകൾ നടത്താനുള്ള സമയമായിട്ടുണ്ട്. അതുമല്ല എങ്കിൽ പുതിയ ജോലി ലഭിക്കുന്നതിലോ പുതിയ പ്രൊമോഷൻ കിട്ടിയതിലോ എന്തൊക്കെയോ നിങ്ങളിവിടെ സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു കാര്യം എടുക്കാവേ. ഇവിടെ തീർച്ചയായിട്ടും കണ്ടില്ല, സന്തോഷം നിങ്ങളിലേക്ക് വരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ കിട്ടാതിരുന്ന ഒരു അംഗീകാരം ലഭിക്കുന്നു, അതിനുള്ള അർഹത നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ഇതിനു വേണ്ടിയായിരിക്കാം നിങ്ങളിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട്. ഈ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നുണ്ട്. കാരണം ഇവിടെ എന്തൊക്കെയോ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ്. നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കാതിരുന്ന പ്രൊമോഷൻ ആവാൻ,
അല്ലെങ്കിൽ ചില പുരസ്കാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മുന്നിട്ടിറങ്ങിയ ചില കാര്യങ്ങൾക്ക് നല്ല ഒരു സക്സസ് നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കുട്ടികൾക്കായാലും ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ചില റിവാർഡുകളൊക്കെ ലഭിക്കുന്ന ഒരു എനർജി, നിങ്ങളുടെ കഴിവനുസരിച്ച് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നതും ആദരിക്കുന്നതുമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ 10 ടാരോ കാർഡ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ്സ് കൂടി നോക്കിയിട്ട് പറയാവേ. ഇവിടെ കമ്മ്യൂണിറ്റിയാണ്, കണ്ടോ. അപ്പം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ കമ്മ്യൂണിറ്റി, സൊസൈറ്റിയിൽ നിങ്ങൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ ആരുടെയൊക്കെ വിവാഹം നടക്കുന്ന ചില ഫംഗ്ഷനുകളിൽ പങ്കെടുത്തിട്ട് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നു, അഥവാ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷത്തോടു കൂടി മറ്റുള്ളവരുടെ മുൻപിൽ ഷൈൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു എന്നും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ 5th ചക്ര ആർക്കേഞ്ചൽ ഗബ്രിയേൽ എന്ന് പറയുന്ന കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 5th ചക്ര എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്കറിയാലോ. 1st ചക്ര എന്താണ്? റൂട്ട് ചക്ര. അങ്ങനെ വരുമ്പോൾ 5th ചക്ര എന്ന് പറയുന്നത് ത്രോട്ട് ചക്രയാണ്, അല്ലേ. സക്രൽ ചക്ര, സോളാർ പ്ലക്സസ് ചക്ര, പിന്നെ ഹാർട്ട് ചക്ര കഴിഞ്ഞിട്ട് ഇവിടെ ത്രോട്ട് ചക്രയാണ്. അപ്പോൾ ത്രോട്ട് ചക്രയുടെ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രോട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? തുറന്ന് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റു പല കാര്യങ്ങളിലും സക്സസ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആർക്കേഞ്ചൽ ഗബ്രിയേൽ മാലാഖയാണ്. നമ്മളെ അതൊരു ഫെമിനിൻ എനർജിയുള്ള മാലാഖയാണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു ദേവി ചൈതന്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ദേവി ചൈതന്യം കൂടുതലായിട്ട് വരുന്ന ഒരു സമയമാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ത്രോട്ട് ചക്രയെ നിങ്ങൾ ആക്റ്റീവാക്കി എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് ത്രോട്ട് ചക്ര കുറച്ചൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കുക. കാരണം നിങ്ങളുടെ കഴുത്തിന് പിൻഭാഗത്തുള്ള ചക്രയാണ് ത്രോട്ട് ചക്ര. അത് ഇളം നീല നിറത്തിലുള്ളതാണ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ചക്രയെ നിങ്ങൾ മനസ്സിൽ കാണുക. അവിടെ നിന്നൊരു പ്രകാശം വരുന്നത് പോലെ മനസ്സിൽ കണ്ടുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള ചിന്തകളൊന്നും പാടില്ല. അങ്ങനെയാണ് പറയപ്പെടുന്നത്. ചിന്തകളില്ലാതെ ഇരിക്കുമ്പോൾ ശൂന്യമായ ഒരു ഹൃദയത്തിലേക്കാണ് ദൈവാനുഗ്രഹം വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വെളിച്ചത്തിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കഴിവുകൾ നേടിയെടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ച് മറ്റുള്ളവരോട് പ്രതിഫലിപ്പിക്കാനുള്ള ഒരു കഴിവ്. പലപ്പോഴും അറിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റൊരാളിനോട് സംസാരിച്ച് പ്രതിഫലിപ്പിക്കാനുള്ള ആ ഒരു കഴിവില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ പരാജയപ്പെട്ടു പോകും. ചില കോടതി കേസുകൾ, ചില വീട്ടിലെ തന്നെ ചില കുടുംബ പ്രശ്നങ്ങൾ, അതിലൊക്കെ ഉൾപ്പെട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള കഴിവില്ല എങ്കിൽ തന്നെയും തീർച്ചയായിട്ടും അവിടെ ഒരു പരാജയം സംഭവിക്കും. അതുകൊണ്ട് ഈ ചക്രയെ ആക്റ്റീവാക്കി എടുക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതോടൊപ്പം തന്നെ ഗബ്രിയേൽ ഏഞ്ചലിന്റെ ബ്ലെസ്സിങ് കൂടി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അതുപോലെ വാക്കിംഗ് അവേ എന്നാണ്. വാക്കിംഗ് അവേ കണ്ടോ, ഇവിടെ കടന്നു പോവുകയാണ്. എന്തിനു വേണ്ടി കടന്നു പോകുന്നു? ഇവിടെ ദൈവികമായ അനുഗ്രഹത്തിലേക്ക് പോവുകയാണ്. മറ്റു പല കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആവശ്യമില്ലാത്തതിനെ നമ്മൾ എപ്പോഴും ഉപേക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ വീട്ടിൽ തന്നെ പഴയ ചില സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് വേണ്ടെങ്കിൽ എന്തിനാണ് നമ്മുടെ വീട്ടിൽ അത് സൂക്ഷിച്ചു വയ്ക്കുന്നത്? അതുകൊണ്ട് നമുക്കത് ഉപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചില ബന്ധങ്ങൾ നമുക്ക് വേണ്ട, നമുക്ക് ഒരിക്കലും മനസമാധാനം തരാത്ത ചില ബന്ധങ്ങളാണെങ്കിലോ അവിടെ അതിനെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. തീർത്തും നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുക. ടോക്സിക്കാണ്, നിങ്ങൾക്കത് അത്തരം ഒരു എനർജിയാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു മനസമാധാനവും ഇല്ല, ഒരു സന്തോഷവും കിട്ടുന്നില്ല ആ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്ന് അത് നല്ല വാക്കുകൾ പറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാവുന്നതാണ്. നിങ്ങൾക്കത് വേണ്ടെന്ന് തന്നെ വെക്കാം. കാരണം ജീവിതകാലം മുഴുവൻ നിങ്ങൾ അതിൻ്റെതായ ദുഃഖം പേറി നടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് ജീവിതകാലം മുഴുവൻ നിങ്ങൾ അനുഭവിക്കേണ്ട യാതൊരു കാര്യവുമില്ല. വേണ്ടെന്ന് വെച്ചാൽ വേണ്ട, അങ്ങനെയാണ് ഇവിടെ വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. പല കാര്യങ്ങളിലും വേണ്ട എന്ന് തോന്നുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നതാണ് നല്ലത് എന്നാണ് ഇവിടെ പറയുന്നത്. ഏഞ്ചൽസിന്റെ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോ നീഡ് ടു വറി എന്നും വന്നിട്ടുണ്ട്, ലുക്ക് ഫോർ എ സൈൻ എന്നും വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളിപ്പോൾ നടന്നു പോകുമ്പോൾ തൂവലുകൾ പക്ഷി തൂവലുകൾ നിങ്ങളുടെ ദേഹത്തൂടെ ഉരസി വീഴുന്നു, അതൊരു നല്ല സൈനാണ്. മനസ്സിലായോ? ഇനി അതുപോലെ തന്നെ നിങ്ങൾ ചില
നമ്പേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. തുടർച്ചയായിട്ട് നിങ്ങൾ 11 കാണുകയാണ്, അല്ലെങ്കിൽ 33 കാണുന്നു, 44 കാണുന്നു, അങ്ങനെയൊക്കെയുള്ള ചില സംഖ്യകൾ പാറ്റേൺ ആയിട്ട് ഇങ്ങനെ കാണുകയാണ്. നമ്മൾ ഇവിടെ വരുത്തിക്കൊണ്ട് ആഗ്രഹിച്ച് കാണുകയല്ല ചെയ്യുന്നത്. അത് നിർബന്ധപൂർവ്വം ചെയ്യാനല്ല. അത് എപ്പോഴെങ്കിലും അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായിട്ട് നമ്മളുടെ ഫോണിൽ കാണുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ കാറിന്റെ നമ്പർ കാണാം, കെട്ടിടങ്ങളുടെയൊക്കെ നമ്പർ കാണാം, അങ്ങനെയൊക്കെയുള്ള സംഖ്യകൾ വരികയാണ് എങ്കിൽ, തുടർച്ചയായി നിങ്ങളത് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബട്ടർഫ്ലൈസ് കൂട്ടമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരിക, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ നടന്ന് റൂമിനകത്തേക്ക് വരുമ്പോൾ നിങ്ങളോടൊപ്പം തന്നെ വന്ന് ഭിത്തിക്കിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു നല്ല ഒരു സൈനായിട്ട് എടുക്കാവുന്നതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്പിരിച്വൽ വേയിലേക്ക് പോകാനുള്ള ഒരു മാർഗം തുറന്നിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് ഒരു തുടക്കമായിരിക്കുന്നു, ആ ഒരു എനർജിക്ക് തുടക്കമായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നോ നീഡ് ടു വറി അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സൈനുകൾ ഇനി മഴവില്ല് കണ്ടാലും അതുപോലെയാണ്. മഴവില്ല് കാണുക എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ചക്രാസിന്റെ കളേഴ്സാണ് അവിടെ കാണുന്നത്, 7 കളേഴ്സ്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിഷമിക്കേണ്ടതായ യാതൊരു ആവശ്യവും വരുന്നില്ല. മുന്നോട്ട് ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. ഇനി മൂന്നാളാണ് ബ്രിങ് ലവ് ഇൻ ടു ദ സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എന്താണ് കൊണ്ടുവരേണ്ടത്? ഏതൊരു സാഹചര്യത്തിലേക്കും നമുക്ക് ആദ്യം കൊണ്ടുവരേണ്ടത് എന്താണ്? ലവ്, സ്നേഹമാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ സ്നേഹം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെയും നമുക്ക് ആ ഒരു സാഹചര്യത്തെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു കാരണവശാലും വിഷമിച്ചൊന്നിനും ഇരിക്കാൻ പാടില്ല. ഇങ്ങനെ നിരാശ കൊണ്ടിരിക്കുന്ന ഒരു ഹൃദയത്തിലേക്ക് മറ്റൊന്ന് സന്തോഷിക്കാനുള്ള മാർഗം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നിങ്ങളുടെ സോള് തന്നെ അങ്ങനെ ആ ഒരു എനർജിയിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്നേഹം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്നേഹം എങ്ങനെ കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ജോലിയിലേക്ക് മുഷിഞ്ഞല്ല നിങ്ങളൊരു ജോലി ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് മുഷിഞ്ഞ് എങ്ങനെയെങ്കിലും ഇതൊന്ന് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടല്ല. അതുപോലെ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്നു, തീർച്ചയായിട്ടും അവിടെയും എന്താണ്? സ്നേഹം കൊണ്ടുവരണം. സ്നേഹത്തോടു കൂടി, അതുമല്ല എങ്കിൽ മനസ്സർപ്പിച്ച് വേണം ആ ഒരു ജോലി ചെയ്യാൻ. മനസ്സിലായി? അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ധ്യാനം ചെയ്യണമല്ലോ, മടി പിടിച്ചിരുന്ന് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ഒരു കാര്യത്തിൽ നിങ്ങൾ മടി പിടിച്ചിട്ടല്ല ചെയ്യേണ്ടത്. അവിടെ സ്നേഹം കൊണ്ടുവന്നിട്ട്, സ്നേഹം എന്ന ആ ഒരു വികാരം അവിടെ കൊണ്ടുവരണം. ഹൃദയം കൊണ്ട് അത് തോന്നി വേണം ചെയ്യാൻ. മനസ്സിലായി? നല്ലതുപോലെ മനസ്സ് തോന്നി മനസ്സർപ്പിച്ച് വേണം ഏതൊരു പ്രവൃത്തിയും നമ്മൾ ചെയ്യാൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ യുവർ ഡ്രീംസിനെ പ്രാക്ടിക്കൽ പ്ലാൻ, നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകണമെങ്കിൽ എന്താണ് വേണ്ടത്? പ്രാക്ടിക്കലായിട്ടുള്ള പ്ലാനുകൾ കൂടി അത്യാവശ്യമാണ്. ഇനി അതാണ് നമ്മൾ പറയുന്നത് സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിൽ കൂടുതൽ വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആ ഒരു ആഗ്രഹം മാത്രം മതിയോ, അല്ലെങ്കിൽ ദൈവത്തിലുള്ള ഒരു വിശ്വാസം മാത്രം മതിയോ? പോരാ. പിന്നെ എന്താണ് വേണ്ടത്? നമ്മൾ പ്രയത്നിക്കുക കൂടി വേണം. മനസ്സിലായി? നമ്മൾ അതിനായിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കണം. ഇത് എനിക്ക് നേടണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി വേണം അവിടെ നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കാൻ. മനസ്സിലായോ? അല്ലാതെ വെറുതെ ദൈവത്തെ വിളിച്ചുകൊണ്ട് മാത്രം ഇരുന്നിട്ട് ഒരു കാര്യം സാധിക്കാൻ പറ്റില്ല. പിന്നെയോ കൂടുതലായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ കുറച്ചൊക്കെ താൻ പാതി ദൈവം പാതി എന്നല്ലേ പറയുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ദൈവവിശ്വാസം ഉണ്ടായിരിക്കണം, കുറച്ചൊക്കെ നമ്മൾ പരിശ്രമിക്കുക കൂടി വേണം. അങ്ങനെയാണെങ്കിലാണ് നമ്മളുടെ ഡ്രീംസ് എല്ലാം സഫലമാകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. യുവർ ഡ്രീംസിനെ പ്രാക്ടിക്കൽ പ്ലാൻ എന്നാണ് ഒരു അത്തരത്തിലുള്ള ഒരു പ്രാക്ടിക്കൽ പ്ലാൻ കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് വന്നിരിക്കുന്നത് പ്ലഷറാണ്, സന്തോഷം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സന്തോഷിക്കാനുള്ള പല സാഹചര്യങ്ങളും വരുന്നുണ്ട്. പുതിയൊരു ലൈഫിലേക്ക് കടക്കാൻ സാധിക്കുന്നു ഇവിടെ. അതുപോലെ തന്നെ പല കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ചില സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അത് ഏത് സന്തോഷകരമായ കാര്യങ്ങളായാലും, ചിലപ്പോൾ ജോലിക്കാര്യത്തിലാകാം, ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരു സന്തോഷം ഉണ്ടാകാം, ചിലപ്പോൾ സാമ്പത്തികപരമായ വരുമാനത്തിൽ ഒരു സ്രോതസ്സിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാം എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ചിലപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി കണ്ടില്ലേ, ഇത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ധാരാളമായിട്ട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്താണ്? ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഒരു നേതൃത്വഭാവം
അതുമല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. വെറുതെ ഇരിക്കുന്ന നിങ്ങളെ വിളിച്ച് ചിലപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയും, അവിടെ ഒന്ന് അധ്യക്ഷനായിട്ടിരിക്കൂ, അല്ലെങ്കിൽ അവിടെ 2 വാക്ക് പറയൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് നിങ്ങൾക്കൊരു സ്ഥാനം തരികയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുമല്ല, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ ചില മോട്ടിവേഷണൽ സ്പീച്ചുകളൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അത്രമാത്രം നിങ്ങൾക്കൊരു ഉയർച്ച വന്നിട്ടുണ്ട്, ഒരു വളർച്ച നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ആത്മീയപരമായ ഒരു വളർച്ച നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് സമയം കൊണ്ടൊക്കെ, കുറച്ച് കാലം കൊണ്ടൊക്കെ നിങ്ങൾ ഇത്തരത്തിലുള്ള റീഡിങ് കാണുന്നുണ്ടല്ലോ. അതുവഴിയാണ് നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള എനർജി പാസ്സാവുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ഥാനം, ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതല്ലെങ്കിൽ ആരെങ്കിലും അത് മറ്റുള്ളവർ കൽപ്പിച്ചു തരുന്ന ഒരു പദവിയും ആവാം. ഇവിടെ ട്രാൻസ്ഫോർമേഷനാണ് വന്നിരിക്കുന്നത്. മറ്റും വരും നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾക്ക് സൊസൈറ്റിയിലൊക്കെ ഈ വർണ്ണമനോഹരമായ ചിത്രശലഭങ്ങളെ പോലെ നല്ല കളേഴ്സ് കണ്ടില്ലേ? ചിത്രശലഭത്തിന്റെ കളേഴ്സ് അങ്ങനെയാണ്, കണ്ടില്ലേ? ഇതുപോലെ മനോഹരമായ ചിത്രശലഭങ്ങളെ പോലെ നിങ്ങൾക്ക് വർണ്ണശബളമായ ചിറകുകളോടുകൂടി മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക വിധം, അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക വിധം നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടാവുന്നു, നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നു, നിങ്ങൾക്ക് ചില ജോലി സാധ്യതകൾ, നിങ്ങൾ സൊസൈറ്റിയിൽ നിങ്ങൾക്കൊന്ന് ഉയരാനുള്ള സാധ്യത, അവിടെ ഒന്ന് ഷൈൻ ചെയ്യാനുള്ള സാധ്യത, മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനുള്ള ഒരു സാധ്യത, അതാണ് ഇവിടെ പ്ലഷർ വന്നിരിക്കുന്നു, ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറയുന്നത്. കാരണം വ്യൂപ്പയിൽ നിന്നും പുഴുവായി മനോഹരമായ ഇത്തരത്തിലുള്ള ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത് തന്നെ എങ്ങനെയാണ്? അതുപോലെ നിങ്ങൾക്ക് ഒരു വളർച്ച ഉണ്ടാവാൻ പോകുന്നു, നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ. ബി ബ്രേവ് ആൻഡ് ഹോണസ്റ്റ്. ആൻസിസ്റ്റേഴ്സ് പറയുന്നത് നമ്മളോട്, നമ്മുടെ പൂർവികരുടെ ഒരു മെസ്സേജാണിത്. ബി ബ്രേവ് ആൻഡ് ഹോണസ്റ്റ്. നമ്മൾ എന്താണ് ഇവിടെ ദുർബലരാവരുത്, ഒരു കാര്യത്തിലും ദുർബലരാവരുത്, പിന്നെ ബ്രേവ് ആകണം എന്നാണ് പറയുന്നത്. ധൈര്യപൂർവ്വം എന്ത് കാര്യമുണ്ടോ ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങണം, അല്ലെങ്കിൽ ധൈര്യവതികളാവണം, ധൈര്യവാന്മാരാകണം, ധൈര്യമുള്ളവർ തന്നെയാവണം. എന്തിനും മനസ്സിനൊരു ധൈര്യം കൊടുക്കണം, അല്ലാതെ പവർലെസ് ആയിട്ട് കാണപ്പെടാൻ പാടില്ല ഒരിക്കലും. മനസ്സിലായ? പിന്നെ തന്നെയുമല്ല ഹോണസ്റ്റ്, ചെയ്യുന്ന പ്രവർത്തികളിൽ സത്യസന്ധത ഉണ്ടാവണം. പറയുന്ന വാക്കുകളിൽ നമ്മൾ തോന്നുമ്പോൾ തോന്നുന്നത് പോലെ പറയാൻ പാടില്ല. ഇന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരോട് പറയാം, നമ്മൾ നാളെ പൈസ തരാം, നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്ന് ആരോടെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അത് പാലിച്ചിരിക്കണം. മനസ്സിലായോ? അപ്പോൾ നമ്മളുടെ വാക്കിനും പ്രവർത്തിക്കും ഒക്കെ ഒരു വിലയുണ്ടാകണം, സത്യസന്ധത നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ബ്രേവ് മാത്രമല്ല, സത്യസന്ധത കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അടുത്തായിട്ട് സ്നേക്ക് ഷെഡ് ഓൾഡ് സ്കിൻ. കണ്ടില്ലേ? ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പഴയ സ്കിന്നിനെ കളയാവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മാറ്റം കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ പാമ്പുകളൊക്കെ പടം പൊഴിച്ചിട്ട് പുതിയ ഉന്മേഷം കൊണ്ടുവരത്തില്ലേ? പുതിയ അവരുടെ ശരീരത്തിന് തന്നെ എന്താണ്? പുതിയ ഒരു ജീവൻ വെച്ച് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ ചില കാര്യങ്ങളിലേക്ക് ഉന്മേഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നത് പോലെ തന്നെയും നിങ്ങളും അതുപോലെ വേണം. നിങ്ങൾ പഴയ സ്വഭാവങ്ങളെയൊക്കെ കളയണം. അതുപോലെ തന്നെ പഴയ ചില ചിന്താഗതികളെ ഉപേക്ഷിക്കണം. അതുപോലെ നിങ്ങളും കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് വരേണ്ടതുണ്ട്. പുതിയ തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാനുള്ള സമയമായിരിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ നവജീവൻ വെച്ച് വരണം, പുതിയ ജീവൻ വെച്ച് വേണം മുന്നോട്ട് വരാൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സ്കൈ ഫാദറിനാണ് ട്രസ്റ്റ് ഇൻ ദ അൺനോൺ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ട്രസ്റ്റ് ഇൻ ദ അൺനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറിയപ്പെടാത്ത ചില കാര്യങ്ങൾ, അല്ലേ? നമുക്ക് അറിവില്ലാത്ത ചില കാര്യങ്ങളെ വിശ്വസിക്കണം. അതാണ് നമ്മളിലേക്ക് ചിലപ്പോൾ വരാൻ പോകുന്നത്. നമുക്ക് ഇതുവരെ പോലും അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങളായിരിക്കും നമ്മളിലേക്ക് വരുന്നത്. ഇപ്പം ഉദാഹരണത്തിന് പറയാം, എൻ്റെ തന്നെ കാര്യം പറയാമല്ലോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് വരുമെന്ന്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു നിമിഷത്തിൽ നമ്മൾ വിചാരിക്കുന്നുണ്ട്, ഇതൊന്ന് പഠിക്കണം എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമ്മളൊരു സ്പിരിച്വൽ വേയിലൂടെ വന്ന് നമുക്ക് ഇതിനെ ഗ്രഹിക്കാൻ സാധിച്ചു എന്ന് പറയുന്ന പോലെ അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമായിരുന്നു ഇത്, അല്ലെ? വർഷങ്ങൾക്ക് മുമ്പ് ഇത് വല്ലതും അറിയാമായിരുന്നു? ഒന്നും ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണിത്. ഇപ്പോഴല്ലേ ഇത് ഒരുപാട് പ്രചാരത്തിൽ എത്തിയത്. കേരളത്തിൽ തന്നെ ഇപ്പോഴാണ് ഇത് വന്നത്. കുറഞ്ഞത് ഒരു 2 വർഷം കൊണ്ടാണ് കൂടുതലായിട്ട് ഇത് പ്രചാരത്തിൽ എത്തിയിരിക്കുന്നത്. അതിന് മുൻപ് തന്നെ വെസ്റ്റേൺ കൺട്രീസിലായിരുന്നു കൂടുതലായിട്ടും ഇത് കാണപ്പെട്ടത്, ഇങ്ങനെ ഒരു ടാരോട്ട് റീഡിംഗ് എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ വിശ്വസിക്കേണ്ടത് എപ്പോഴും അൺനോൺ, അറിയപ്പെടാത്ത ചില കാര്യങ്ങളിൽ വിശ്വസിക്കണം. അത് നമ്മളിലേക്ക് വരും എന്ന്
തീർത്തും നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് നേടാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് നേടും, നമ്മളിലേക്ക് അത് വരും, വരാതിരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ലേഡി എൻജോയ് ഗ്രോത്ത് ആൻഡ് റീപ്പ് റിവാർഡ്സ്. എൻജോയ് ചെയ്യണം. എന്തിന് എൻജോയ് ചെയ്യണമെന്ന, നമ്മുടെ വളർച്ചയിൽ എൻജോയ് ചെയ്യണം. നമ്മളിപ്പോൾ ചില വിത്തുകൾ പാകി അത് വളർന്നു വരുന്നുണ്ട്, അതിൻ്റെ ഫലം എടുക്കാറായിട്ടുണ്ട്, അത് നമ്മൾ വിതച്ചതിനേക്കാളും കൂടുതലായിട്ട് നമുക്കതിൻ്റെ ഫലം കിട്ടുന്നു, നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമായിട്ട് നമുക്കൊരു റിസൾട്ട് വരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഒറാക്കിൾ കാർഡ്സ് ആണ്. എ വണ്ടർഫുൾ സർപ്രൈസ് ഈസ് കമ്മിങ് യുവർ ഡീപ്പസ്റ്റ് ഡിസയേഴ്സ് കൺസ്ട്രെയിൻ യു. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവാം അല്ലേ? കാറ് മേടിക്കണം, ജോലി വേണം, അതുപോലെ തന്നെ മറ്റു വിവാഹത്തിന് നല്ല ആൾക്കാർ വരണം, അങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടികളെ പഠിപ്പിക്കണം, മറ്റേത് ഒരുപാട് കാര്യങ്ങളിൽ ആഗ്രഹം ഉണ്ടായിരിക്കാം അല്ലേ? പക്ഷേ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഒരുപാടാവുമ്പോൾ നിങ്ങൾ ഏതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള, ഏറ്റവും നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണോ അത് നിങ്ങൾക്ക് ഒന്ന് പരിമിതപ്പെടുത്തണം. ആ ഒരു ആഗ്രഹം നിങ്ങൾ കൊണ്ടുവരണം. ഇതാണ് സാധിക്കേണ്ടത്, എനിക്കിപ്പോൾ വീടാണ് ആവശ്യം, മനസ്സിലായി, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു ജോലിയാണ് ആവശ്യം, ആ ജോലിക്ക് വേണ്ടി വേണം മാനിഫെസ്റ്റ് ചെയ്യാൻ, മനസ്സിലായി. അപ്പോൾ അതിനെ തന്നെ നേടിയെടുക്കാൻ ശ്രമിക്കുക, അതിനെ വിഷ്വലൈസേഷൻ നടത്തുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സാധിക്കാൻ. ലെറ്റ് ദം ഗോ ടു ക്ലിയർ യുവർ മൈൻഡ്. അങ്ങനെ നിങ്ങളുടെ മൈൻഡിനെ ക്ലിയർ ആക്കാൻ ശ്രമിക്കൂ. അല്ലാതെ കാട് കയറുന്ന ചിന്തകൾ, ഒരുപാട് ചിന്തകളെ കൊണ്ട് കാട് കയറാൻ മനസ്സിനെ അനുവദിക്കാൻ പാടില്ല, മനസ്സിലായോ? അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഒന്ന് വിട്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത്. ഒരേ ഒരു ആഗ്രഹത്തിൽ അത് കാണുക, അതിനെ പരിമിതപ്പെടുത്തുക, അതിനു വേണ്ടി ശ്രമിക്കുക. ഇവിടെ പിന്നെ വന്നിരിക്കുന്ന വണ്ടർഫുൾ സർപ്രൈസ് ഈസ് കമ്മിങ്, സംതിങ് എൻറ്റയർലി ന്യൂ അവേറ്റ്സ് യു. നിങ്ങളിലേക്ക് എന്തോ ഒരു പുതിയ കാര്യം വരുന്നുണ്ട്, ഒരു സർപ്രൈസ് നിങ്ങളിലേക്ക് വരും, വരാതിരിക്കില്ല, അതിനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്, മനസ്സിലായോ? ഉടനെ തന്നെ നിങ്ങളിലേക്ക് ഒരു സർപ്രൈസ് വരാൻ സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ നിങ്ങളുടെ സോൾ ഒറക്കിൾസ് പറയുന്നത്, സോൾ മെസ്സേജാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവരുടെ റീഡിംഗ്. നിങ്ങളിവിടെ റെഡ് ലോട്ടസ് ഫ്ലവർ ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ. നമുക്കിനി രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തത്, സോറി കറണ്ട് പോയിരിക്കുന്നു, സെലക്ട് ചെയ്തിരിക്കുന്നത് യെല്ലോ ലോട്ടസ് ഫ്ലവർ ആണ്. ഇപ്പോൾ വരും, ഒരുപാട് നേരം അങ്ങനെ പോയിരിക്കത്തില്ല ഇവിടെ. അപ്പം നമുക്ക് നോക്കാം എന്താണ് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. നൈൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നൈൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യതയാണ്. എന്തിലൊക്കെയോ നിങ്ങളിപ്പോൾ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യത വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. സ്ട്രെങ്ത് ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ പഴയതിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിട്ട് മാനസികമായ സ്ട്രെങ്ത് കൈവരിച്ച് മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്ട്രെങ്ത് നിങ്ങളിലേക്ക് വരുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നിഷ്കളങ്കരാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് ക്ഷമയുള്ളവരാണെന്നാണ് കാണുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ക്ഷമയുണ്ടാകുന്നു, സ്നേഹമുണ്ടാകുന്നു. അത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കരുത്തും നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താഗ്രഹിച്ചോ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അതിനെ നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് സാമ്പത്തികം വന്നു ചേരുന്ന എനർജിയാണ്. നിങ്ങൾ ഇതിനായിട്ട് ചിലപ്പോൾ പരിശ്രമിച്ചിട്ടുണ്ടാവാം, അതുമല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ലോട്ടറികളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന എനർജിയും ആകാം. എങ്ങനെയായാലും നിങ്ങൾക്ക് ധാരാളമായിട്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ഇവിടെ 10 ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലേ? അപ്പോൾ ആ സിറ്റുവേഷൻ നിങ്ങൾക്കിവിടെ എൻഡ് ആക്കാൻ സാധിക്കുന്നു. എൻഡ് ആക്കിയിട്ട് നിങ്ങളതിവിടെ തീർത്തും അത് കംപ്ലീറ്റ് ആക്കുന്നു എന്നുള്ളതാണ്. കാരണം എനിക്കിനി വയ്യ, ഈ ഒരു ചുമട് എനിക്കിനി വയ്യ, ഈ ഒരു ഭാരം എനിക്കിനി ചുമക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ജോലികളെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുന്നു. പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സോറി, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഇവിടെ ദ ലവേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരും, വരാതിരിക്കില്ല. കണ്ടോ? ചിലപ്പോൾ വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത, അതുമല്ലെങ്കിൽ അപാരമായ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത്. ദൈവാനുഗ്രഹം വന്നല്ല. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ബിസിനസ് കാര്യങ്ങളിലായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിലായാലും ഒരു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു ഈ ഒരു സമയത്ത് എന്ന് കാണുന്നുണ്ട്. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് നല്ല ചില മാരേജ് പ്രപ്പോസൽസ് ആവാം. നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള വ്യക്തികൾ നിങ്ങളുമായിട്ട് കൂടിച്ചേരാൻ വരുന്നുണ്ടാവാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പാർട്ട്ണർ നിങ്ങളോടൊപ്പം ചേരാൻ ഇവിടെ വരുന്നു എന്നും വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും. നൈറ്റ് ഓഫ് കപ്സ് ആണ്. ആരോ നിങ്ങളിലേക്ക് സ്നേഹം കൊണ്ടുവരുന്നുണ്ട്. കണ്ടല്ലേ? ഇവിടെ വളരെ വളരെ ക്രിയേറ്റീവ് എനർജി ഉള്ള വ്യക്തിയാണെന്ന് കാണുന്നുണ്ട്. ക്രിയേറ്റീവ് എനർജി ഉള്ള വ്യക്തി എന്ന് പറയുമ്പോഴെന്താണ്? ദൈവാനുഗ്രഹമുള്ള വ്യക്തി. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ലവ് പ്രപ്പോസൽ നിങ്ങൾക്ക് ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്നാണ് കാണുന്നത്. ചിലപ്പോൾ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നവർക്ക് പുതിയ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കാണാനോ ആൾക്കാർ ആരെങ്കിലും വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആരെങ്കിലുമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി, നിങ്ങളുടെ പാർട്ട്ണർ തന്നെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ലവ് പ്രപ്പോസ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ 5 ഓഫ് കപ്സിന്റെ എനർജിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയാണെന്ന്. ഈ ഒരു സമയത്ത് എനിക്ക് ആരുമില്ല, ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്തയിൽ ഇവിടെ നെഗറ്റീവ് ആയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ ഇവിടെ നെഗറ്റീവ് ആയിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഇവിടെ കണ്ടില്ലേ, ഇവിടെ 5 കപ്പുകളുണ്ട്. 3 മാത്രമേ ഇവിടെ മറിഞ്ഞിട്ടുള്ളൂ. 2 കപ്പുകൾ ബാക്കിലുണ്ട്, അത് കാണുന്നില്ല. അപ്പോൾ നിങ്ങളിൽ ഒരു സൗഭാഗ്യമുണ്ട്. പോയ സൗഭാഗ്യത്തെ ഓർത്ത് മാത്രം നിങ്ങൾ വിലപിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ ഇവിടെ വിലപിക്കുന്നുണ്ട്. പക്ഷെ കയ്യിലുള്ളതിനെ ഓർത്ത് സന്തോഷിക്കുന്നുമില്ല. നമ്മളൊക്കെ എപ്പോഴും ഇങ്ങനെയാണ്, പോയതിനെ ഓർത്ത് എപ്പോഴും ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കും. അതേസമയത്ത് അങ്ങനെയല്ല. നമ്മളൊരു ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത്? ദൈവമേ, എനിക്ക് അവിടുന്ന് തന്നതിനൊക്കെ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കയ്യിലുള്ള സൗഭാഗ്യങ്ങൾക്ക് എനിക്ക് അവിടുന്ന് ഒരുപാട് സൗഭാഗ്യങ്ങൾ തന്നിട്ടുണ്ട്, അതിനൊക്കെ നമ്മൾ നന്ദി പറയുന്നു എന്നുള്ളതാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെ നഷ്ടപ്പെട്ടതിനെ മാത്രം ഓർത്തിങ്ങനെ വിലപിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരിക്കലും പാടില്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പം എല്ലാവരും ഉണ്ട് എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അഥവാ നിങ്ങൾ ഇനി ഒറ്റയ്ക്കായി പോയാൽ തന്നെ എന്താണ്, അത് യൂണിവേഴ്സ് നിങ്ങൾ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്, നിങ്ങളെ ഈ സമയത്ത് ഒറ്റയ്ക്കാക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൂടുതൽ കണക്റ്റ് ആവുകയുള്ളൂ എന്ന് ചിന്തിക്കണം. മനസ്സിലായോ? ഇവിടെ മജീഷ്യൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കണ്ടില്ല, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു തുടക്കം വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത്. നിങ്ങൾ പ്രയത്നിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ എന്തിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളിലുള്ള കഴിവുകൾ എന്താണോ അതിനെ കണ്ടെത്തി നിങ്ങൾ മുന്നോട്ട് വന്ന് അതിനെ പരിശ്രമിച്ച് അവിടെ നിങ്ങൾക്കൊരു സക്സസ് നേടാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ വിജയമാണ്. അവിടെ നിങ്ങളുടെ ദൈവാനുഗ്രഹമാണത്. അതുവഴി നിങ്ങൾ പേരും പ്രശസ്തിയും ഒക്കെ കേൾക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഐശ്വര്യം വരാൻ പോകുന്നുണ്ട്, സമൃദ്ധി വരാൻ പോകുന്നുണ്ട്, നിങ്ങൾ അബണ്ടന്റ് ആവാൻ പോകുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു എന്ന് നമുക്ക് പറയാം. രണ്ട് കാർഡ്സും കൂടി എടുക്കാവേ.
ഡബിൾ എനർജി വന്നിട്ടുണ്ട് ഇവിടെ. കണ്ടോ, ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ എന്തൊക്കെ നെഗറ്റീവ് എനർജിയിൽ നിങ്ങൾ തങ്ങി നിൽക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഒരു നെഗറ്റീവ് എനർജിയാണ്, നിങ്ങളെ മുന്നോട്ട് സന്തോഷമായിട്ട് പോകാൻ അനുവദിക്കാത്ത എന്തോ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ മാറ്റം വരും. ഇത് നമുക്ക് ഫസ്റ്റ് പൈലിലും ഇത് വന്നിരുന്നതാണ് കണ്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മുഴുവനും ആൾക്കാർക്കുള്ള എനർജി ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കൂടുതലായിട്ടുള്ള ഈ എനർജി വരുന്നുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാം, നിങ്ങൾക്ക് ഭാഗ്യ സമയം വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഭാഗ്യം ധാരാളമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നുണ്ട്. വിദേശത്ത് പോകാനുള്ളവർക്ക് അത് സാധ്യമാകുന്നുണ്ട്. വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് അത് സാധ്യമാകും. വസ്തുക്കൾക്ക് വിറ്റിട്ട് വേറെ എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് നോക്കിയിരിക്കുന്നവർക്ക്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാലം കൊണ്ട് വസ്തു വിൽക്കാതെ നോക്കിയിരിക്കുന്നവർക്ക് ഈ ഒരു മാസത്തിൽ ചിലപ്പോൾ അതിനുള്ള വഴി തെളിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ഒരു മാർഗം നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നുണ്ട്. അതിനുള്ള വഴി തുറന്നു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ചില സാമ്പത്തിക സ്രോതസ്സുകൾക്കും ഉള്ള ഒരു സമയമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഇവിടെ പറയുന്നത് എന്താണ്? യു ആർ യൂണിക്, ബി ബ്രേവ്, ലിറ്റിൽ ക്രേസി, ബട്ട് ബി യുവർ സെൽഫ്. ഇവിടെ പറയുന്നത് എന്താണ്? നമ്മളുടെ സോൾ ഓർക്കിൾസ് ആണ് പറയുന്നത്. യു ആർ യൂണിക്, നിങ്ങൾ അതുല്യരാണ്. മനസ്സിലായി? നിങ്ങൾ ഒരു വാല്യൂ ഇല്ലാത്ത വ്യക്തികളല്ല, നിങ്ങൾക്ക് നല്ല വിലയുള്ള ആൾക്കാരാണ്, നിങ്ങൾ അതുല്യരാണ്. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങളെപ്പോലെ മറ്റൊരു വ്യക്തി ഇല്ല. മനസ്സിലായി? നിങ്ങളുടെ കഴിവുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യമുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമുള്ള മറ്റൊരു വ്യക്തി ഇല്ല. നിങ്ങൾക്ക് തുല്യം നിങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? നിങ്ങളുടെ സന്തോഷം കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. നിങ്ങൾക്കുള്ള സന്തോഷം മറ്റാരും കൊണ്ട് തരില്ല, നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സോളിനെ സന്തോഷിപ്പിക്കേണ്ടത്. ആ ഒരു ഹാപ്പിനെസ്, സോളിനുള്ള ഹാപ്പിനെസ് കൊടുക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്ന ഹാപ്പിനെസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇവിടെ വിഷമിച്ചിരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് തുല്യം നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കഴിവ് നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ അതുപോലെ തന്നെ എപ്പോഴും ബ്രേവായിട്ട് തന്നെ കാണപ്പെടണം. മനസ്സിലായോ? അതുപോലെ ക്രേസി ആയിട്ടും ലിറ്റിൽ ക്രേസി ആയിട്ടും കുറച്ചൊക്കെ ഒന്ന് കളിതമാശകളിലും ഒക്കെ ഒന്ന് വീഴുക. അതുപോലെ തന്നെ മറ്റു ചില സന്തോഷങ്ങളെ നിങ്ങളിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ ഒരുപാട് കുറച്ച് ആടിപ്പാടി ഉല്ലസിക്കാം, സന്തോഷിക്കാം. സന്തോഷകരമായ ചില എനർജിയിലേക്ക് മുന്നോട്ട് വരൂ, ധൈര്യം കൊണ്ടുവരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തീർത്തും അങ്ങ് മടി വിചാരിച്ചിരിക്കാൻ പാടില്ല, തീർത്തും പവർലെസ് ആയിട്ട് കാണപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഇറ്റ് ഈസ് ടൈം ഫോർ എ ചേഞ്ച്, ഡു നോട്ട് വെയിറ്റ് ഓർ പുട്ട് ഓഫ് ഡിസിഷൻസ് എനി ലോങ്ങർ. ഇവിടെ പറയുന്നത് എന്താണ്? ഇത് എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു ചേഞ്ചിനുള്ള സമയമായിരിക്കുന്നു, നിങ്ങൾക്കൊരു മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നു. പക്ഷെ തീരുമാനങ്ങൾ എടുക്കാൻ താമസിക്കരുത്. അത് മാറ്റം വരും എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കാനും പാടില്ല. അതിനായിട്ട് ഒരുപാട് താമസിക്കാൻ പാടില്ല. നിങ്ങൾക്കൊരു ചേഞ്ച് കൊണ്ടുവരിക തന്നെ വേണം. നിങ്ങളാണ് നിങ്ങളിലേക്ക് ചേഞ്ച് കൊണ്ടുവരേണ്ടത്. മാറ്റം കൊണ്ടുവരേണ്ടത് നിങ്ങളാണ്, മറ്റുള്ളവരാരും നിങ്ങളിലേക്ക് മാറ്റം കൊണ്ടുതരത്തില്ല. നിങ്ങളുടെ കരച്ചിൽ കണ്ട എല്ലാവരും സന്തോഷിക്കാനിരിക്കുന്നവരാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങളുടെ കുറ്റങ്ങൾ, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സങ്കടമുണ്ടെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞു കേൾപ്പിക്കാനും പോകരുത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒരു വിനയാവും. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല മാറ്റം കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ തന്നെ പരിശ്രമിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഇന്ന മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുവരണം, എൻ്റെ ഈ ഒരു സ്വഭാവത്തിന് കുറച്ചുകൂടി വ്യത്യാസം വരുത്തണം, ഇതുവരെ ആരെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞിരുന്ന സ്വഭാവമുണ്ടോ, അങ്ങനെ അലസതയുണ്ടോ, ഇതൊക്കെ മാറ്റണം. അലസത ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. ആ സമയം മാറ്റി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങണം. ഇത് നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അത് നിങ്ങൾ അനുഭവിച്ചറിയേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ മാറ്റം കൊണ്ടുവരാൻ ഇനി ഒട്ടും പോലും താമസിക്കരുത്. എത്രയും പെട്ടെന്ന് ആ മാറ്റം കൊണ്ടുവരൂ. ഫ്രീഡമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. കണ്ടില്ലേ? അതുവഴി നിങ്ങളിലേക്ക് ഫ്രീഡം വരും. മനസ്സിലായോ? നിങ്ങൾക്ക് ഇവിടെ ഇൻഡിപെൻഡന്റ് ആവാൻ കഴിയുന്നു, ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാക്കിയെടുക്കും. നിങ്ങളിലേക്ക് മാറ്റം നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങളുടെ അലസതയെ മാറ്റിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്നുണ്ടോ, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കാൻ തുടങ്ങും. മനസ്സിലായോ? പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക്, പുതിയ ജോലി ലഭിക്കുക, പുതിയ ചില കാര്യങ്ങളിലേക്ക്, കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാനുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും. അനാവശ്യകരമായ ബന്ധങ്ങളെ ഉപേക്ഷിക്കാൻ. മനസ്സിലായി? അനാവശ്യകരമായ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് നല്ല ചില റിലേഷൻഷിപ്പിലേക്ക് വരാൻ സാധിക്കും. അതുമല്ല എങ്കിൽ ദൈവികമായ എനർജിയുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ സാധിക്കും. പ്രപഞ്ച ശക്തിയുമായിട്ട് തന്നെ കണക്റ്റ് ആവാൻ സാധിക്കും. യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവാൻ സാധിക്കും. എന്താണ് ഇതിലുള്ള സത്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ല മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരും, വരാതിരിക്കില്ല. മനസ്സിലായി? അങ്ങനെ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥ. ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല.
അതിനു മുൻപ് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് വിഷമിച്ച് കരഞ്ഞ് തളർന്നിരിക്കും. അയ്യോ, അവരങ്ങനെ പറഞ്ഞല്ലോ, ഇവരിങ്ങനെ പറഞ്ഞല്ലോ എന്നെക്കുറിച്ച്, എന്താണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ കേൾക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തികം നഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ ഇങ്ങനെ ഒരു ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥ, ഇനി നിങ്ങൾ അത് ഇവിടെ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ മനസ്സിന്റെ അലസത കളഞ്ഞ് നിങ്ങളിലൊരു ചേഞ്ച് നിങ്ങൾ സ്വയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ അവസ്ഥകളിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മാറ്റം വരും. മനസ്സിലായി? നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന അവസ്ഥ. ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല, അവരവിടെ ഇരുന്ന് പറഞ്ഞോളട്ടെ എന്നുള്ള ഒരു ധാരണയിലേക്ക്, എന്നുള്ള ഒരു സമയത്തേക്ക്, അല്ല ആ ഒരു ചിന്താഗതിയിലേക്ക് നിങ്ങൾ വരാതിരിക്കില്ല. മനസ്സിലായോ? നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. ഇവിടെ ഗോയിങ് ഫോർവേഡ്, മുന്നോട്ട് പോകൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മുന്നോട്ട് പോകും, അത്തരത്തിലുള്ള ചിന്തകളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങളിലുള്ള അലസത വെടിയൂ, നിങ്ങളിലുള്ള അലസത വെടിയൂ, എനർജറ്റിക് ആവൂ, മുന്നോട്ട് വരൂ, പ്രപഞ്ചശക്തിയെ സ്വീകരിക്കൂ. നിങ്ങളിലുള്ള അസുഖങ്ങളെ മുഴുവൻ കളയാൻ പ്രപഞ്ചശക്തിക്ക് കഴിവുണ്ട്, വിശ്വശക്തിക്ക് കഴിവുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് വരിക, മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. മുന്നോട്ടാണ് നിങ്ങൾ പോകുന്നത്, അല്ല ബാക്കിലേക്കല്ല. മനസ്സിലായി? നല്ലൊരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ നിങ്ങളെ തേടി വരും. കണ്ടില്ലേ? നിങ്ങൾ ശ്രമിക്കുന്നതിനെല്ലാം അവസരങ്ങൾ നിങ്ങളെ തേടി വരും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. ജോലിക്ക് സാധ്യത ഉണ്ടാവാം, അതുപോലെ മറ്റ് നല്ല ലൈഫിലേക്ക് പോകാനുള്ള ചില സാധ്യതകൾ, ചില നല്ല വ്യക്തികളുമായിട്ടുള്ള ഒരു സഹകരണത്തിനുള്ള സാധ്യത, അതുമല്ലെങ്കിൽ സാമ്പത്തികം വന്നു ചേരാനുള്ള അവസരങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തേടി വരും, നിങ്ങളെ തേടി തന്നെ വരും. നിങ്ങൾ പ്രയത്നിച്ചാൽ മാത്രം മതി, നിങ്ങൾക്കുള്ളിലെ അലസത കളഞ്ഞാൽ മാത്രം മതി. നിങ്ങൾ വിശ്വശക്തിയുമായിട്ട്, പ്രപഞ്ചശക്തിയുമായിട്ട് കണക്ട് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നു ചേരാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെ സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഒരു കംഫർട്ട് സോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എനിക്ക് ഇത്രയൊക്കെ മതി, എനിക്ക് ഇത്രയൊക്കെ നല്ല വരുമാനമുണ്ട്, ആവശ്യത്തിന് വരുമാനമുണ്ട്, ഇതിൽ ഞാനങ്ങ് ഒതുങ്ങി കൂടിക്കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ജോലി ഉണ്ടല്ലോ, ഇത് മതി, ഇതിനപ്പുറം ഒന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരൂ. ഈ ചിന്താഗതികളിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരൂ. കാരണം നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് സേവ് ചെയ്യാൻ സാധിക്കും, ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അവസരങ്ങളുണ്ട് നിങ്ങൾക്ക്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സൈഡ് ബിസിനസ്സിലൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിൽ കൂടെ നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാക്കാനുള്ള മാർഗം നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു വരും. നിങ്ങൾ ഈ കംഫോർട്ട് സോണിനെ പൊട്ടിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വരണം. മനസ്സിലായോ? അങ്ങനെ വരാനാണ് ഇവിടെ നമുക്ക് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെ വരണം, അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ അതിലൂടെ മുന്നോട്ട് വരൂ. നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ടവരല്ല. ഒരു മതിലിനുള്ളിൽ, അല്ലെങ്കിൽ ഒരു മതിൽ കെട്ടി, അല്ലെങ്കിൽ ഒരു വീട്ടിനുള്ളിൽ, ഒരു മുറിക്കുള്ളിൽ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കേണ്ടവരല്ല. മനസ്സിലായി? നിങ്ങൾ പുറത്തേക്ക് വരൂ, മറ്റ് മാർഗങ്ങൾ കണ്ടെത്തൂ, അതിലൂടെ മുന്നോട്ട് വരൂ. നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച വരുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ടവരല്ല. ഇതാണ് യൂണിവേഴ്സ് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ ദ എൻഡ് ഓഫ് ടഫ് സൈക്കിൾ അപ്രോച്ചസ്. അപ്പം എന്താണ്, നിങ്ങളുടെ ജീവിതത്തിലെ ടഫായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ എൻഡ് ആവുന്നു. ബുദ്ധിമുട്ടി നിങ്ങൾ കഴിഞ്ഞിരുന്ന ഈ സാഹചര്യം മുഴുവനും ഇവിടെ എൻഡ് ആവുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ. മനസ്സിലായോ? ഒരു 20,000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപയുടെ വരുമാനം ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ വിചാരിക്കുന്ന അത് മതി എന്ന്. പക്ഷെ അതിന്റെ കംഫോർട്ട് സോൺ അതിനെ പൊട്ടിച്ച് നിങ്ങൾ അതിൽ നിന്നൊന്ന് പുറത്തേക്ക് വന്നു നോക്കുക. എനിക്ക് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യണം, കുറച്ചുകൂടി കുട്ടികളെ ട്യൂഷൻ എടുക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂടെ ജോലി ചെയ്യാം എന്ന് വിചാരിച്ച് കുറച്ചുകൂടി മണി ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ജീവിതത്തിലെ അത്രയും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടും. നിങ്ങൾ ബുദ്ധിമുട്ടിയിരുന്ന ചില ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. അവിടെ കൂടുതലായിട്ട് ഫ്രീഡം അനുഭവിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്കിനി ഏഞ്ചൽസ് പറയുന്നത് എന്താണെന്ന് നോക്കാം. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്. ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്. മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് മനസ്സുകൊണ്ട് അലസത കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. മനസ്സുകൊണ്ട് അർപ്പിച്ച് വേണം ചെയ്യാൻ. ഞാൻ ആ ധ്യാനത്തിൽ എൻ്റെ മനസ്സ് ഞാൻ അർപ്പിക്കുന്നു. ധ്യാനമാണ്. ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശൂന്യതയാണ്. ശൂന്യതയെ കൊണ്ടുവരണം. ശൂന്യതയാണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത്. മനസ്സിലായോ? ശൂന്യതയിലാണ് നമുക്ക് എല്ലാം നേടാൻ കഴിയുന്നത്. അല്ലാതെ ചിന്തകളെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ മനസ്സ്, നമ്മുടെ തലമണ്ട മുഴുവനും എന്താണ്? ചിന്തകളാണ്. ധ്യാനിക്കാനിരിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ എല്ലാവർക്കും വരും, അത് എനിക്കും വരാറുള്ളതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ മറികടക്കണം. അടുത്ത നിമിഷം വിചാരിക്കണം നമ്മളിത് ധ്യാനത്തിനിരിക്കുകയാണ്.
മനസ്സിലായി. അപ്പോൾ ഈ ചിന്തകളെല്ലാം കളഞ്ഞാൽ മാത്രമേ നമ്മളുടെ മനസ്സ് ശൂന്യമാകുന്ന ആ ഹൃദയത്തിലേക്കാണ് നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ മറ്റുള്ള അസുഖങ്ങൾ, വേദനകളൊക്കെ പമ്പ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നേടാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാനും സാധിക്കും. അങ്ങനെ എത്ര സമയം ഇരുന്ന് നിങ്ങൾക്ക് ധ്യാനം ചെയ്യാൻ പറ്റുമോ അത്രയും സമയം നിങ്ങൾ ധ്യാനം ചെയ്യണം. എന്നിട്ട് അങ്ങ് ആ ഒരു സമയത്താണ് നിങ്ങളുടെ ഉള്ളിൽ നിന്നും വിളികൾ ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് ഇന്ന വഴിക്ക് പോകാം, എന്നെ പോലെയുള്ള ജോലികൾ ചെയ്യാം എന്നൊക്കെ മനസ്സുകൊണ്ട് തോന്നുന്നത് ഈ ഒരു സമയത്താണ്. ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾ ഇന്ന് ഇന്നതുപോലെ ചെയ്യൂ എന്ന്. അപ്പോൾ അതിനെ കേൾക്കാൻ ശ്രമിക്കൂ. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്. മെഡിറ്റേഷൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തെ കൊണ്ടുതരും എന്നുള്ളതാണ് പറയുന്നത്. ഏഞ്ചൽസ് പറയുന്നത് അതാണ്. അതുപോലെ യു ആർ റെഡി, നിങ്ങൾ റെഡി ആയിരിക്കൂ. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾ റെഡി ആയിരിക്കണം, എല്ലായ്പ്പോഴും റെഡി ആയിരിക്കണം. ഒരിക്കൽ പോലും അലസത പാടില്ല. അലസത എന്തിൻ്റെ ലക്ഷണമാണ്? അലസത ഒരു പരാജയത്തിൻ്റെ ലക്ഷണമാണ്. ജീവിതത്തിൽ പരാജയം നേരിടുന്നവരാണ് കൂടുതൽ അലസരായിട്ട് ഇരുന്നിട്ടുള്ളത്. മനസ്സിലായോ? അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അലസരാവരുത്. നിങ്ങൾ റെഡി ആയിട്ടിരിക്കൂ. എന്തിനേയും സ്വീകരിക്കാൻ റെഡി ആയിരിക്കൂ. ഇത്തരത്തിലുള്ള നല്ല നല്ല ചില കാര്യങ്ങളെ സ്വീകരിക്കാൻ, നല്ല എനർജീസിനെ സ്വീകരിക്കാൻ, വിശ്വശക്തിയെ സ്വീകരിക്കാൻ, പ്രപഞ്ചശക്തിയെ സ്വീകരിക്കാൻ, യൂണിവേഴ്സിനോട് ഫർഗിവ്നെസ് പറയാൻ ഒക്കെ റെഡി ആയിരിക്കൂ. പുതിയ പുതിയ ചില കാര്യങ്ങൾ തുടങ്ങാനായിട്ട് നിങ്ങൾ റെഡി ആയിരിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് സക്സസ് വരുന്നത്. ഇവിടെ ലോഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ്. ടേക്ക് ചാർജ് വിത്ത് അതോറിറ്റിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? അതോറിറ്റിയിലേക്ക് ചാർജ് ചെയ്യൂ, അധികാര പദവി നേടൂ. മനസ്സിലായ? മറ്റുള്ളവരുടെ മുമ്പിൽ അധികാര പദവി ഉണ്ടായിരിക്കണം. വെറും ഒരു സാധാരണ മനുഷ്യനാവാൻ പാടില്ല. ധ്യാനത്തിൽ നിങ്ങൾ കൂടുതൽ സമയം കഴിഞ്ഞുകൂടുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അധികാരഭാവം ഉണ്ടായിരിക്കും. നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാവും. നിങ്ങളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർ സന്തോഷിക്കുന്ന എനർജി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ റീചാർജ് അതോറിറ്റി അധികാരഭാവമായിട്ട്, അല്ലെങ്കിൽ ഞാനൊരു ആളാണ്, എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട് എന്നുള്ള ആ ഒരു എനർജി വേണം എപ്പോഴും ചാർജ് ചെയ്യാൻ. ഡ്രോപ്പ് യുവർ ഷീൽഡ്സ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഗാർഡിയനാണ്. അവിടെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഗാർഡിയൻ. ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആണിത്. അപ്പോൾ ഇവിടെ ഡ്രോപ്പ് യുവർ ഷീൽഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം മൂടി അഴിക്കും. ഇതുവരെ നിങ്ങളൊരു മുഖംമൂടി വെച്ചാണ് നിങ്ങളോട് മറ്റുള്ളവരോട് പെരുമാറിയിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പ് പറഞ്ഞിട്ടുണ്ടാവാം, അതുമല്ല എങ്കിൽ നിങ്ങൾ വിദ്വേഷം വെച്ച് പുലർത്തിയിട്ടുണ്ടാവാം മറ്റുള്ളവരുടെ. ഇതൊന്നും ആവശ്യമില്ല. മനസ്സിലായോ? നേരെ വാ നേരെ പോ, സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരിക്കണം കാര്യങ്ങൾ. പറയുന്നതിൽ സത്യസന്ധത ഉണ്ടാവണം, പ്രവർത്തിക്കുന്നതിലും സത്യസന്ധത. അപ്പോൾ ഇവിടെ എന്താണ്? ആ മുഖംമൂടിയുടെ ഒരാവശ്യവുമില്ല. നമ്മൾ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്, അല്ലേ? നമ്മുടെ മനസ്സിൽ എന്തുണ്ടോ അത് നമ്മളുടെ മുഖത്തും പ്രതിഫലിക്കും. ഉള്ളിൽ എപ്പോഴും സന്തോഷം നിറച്ചു വെച്ച് കഴിഞ്ഞാൽ, ആനന്ദത്തെ അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മുഖത്തും പ്രസന്നത ഉണ്ടാവും. അതാണ് പറയുന്നത്. കണ്ടോ? അപ്പോൾ നിങ്ങളുടെ മുഖംമൂടി, പഴയ ആ മുഖംമൂടി ഉണ്ടല്ലോ, അതിനെ അഴിച്ചു കളയൂ. അതിനി ആവശ്യമില്ല. മറ്റുള്ളവരോട് അഭിനയിക്കേണ്ട ആവശ്യമില്ല. യാഥാർത്ഥ്യത്തെ പുറത്തു കൊണ്ടുവരാം. നോക്കി സത്യസന്ധമായ കാര്യങ്ങൾ പറയാൻ കൂടെ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ വെയിറ്റ് ഫോർ ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻസ്. അതുപോലെ നിങ്ങൾക്ക് എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. എന്തോ നിങ്ങളുടെ ലൈഫിൽ സക്സസ്സിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ജോലിക്കാര്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വീടിന് വേണ്ടി ലോൺ എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സക്സസ്സിന് കാരണമാകുന്ന എന്തോ ഒന്ന് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാത്തിരിക്കൂ, വെയിറ്റ് ചെയ്യൂ, അതിനെ സ്വീകരിക്കൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വരാറായിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കുക. ഇവിടെയോ ഹാർമോണിയസ് റെസൊല്യൂഷൻ ഈസ് പോസിബിൾ. ഇപ്പോൾ ഇവിടെ ഹാർമോണിയസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു ഐക്യത്തിനുള്ള, നിങ്ങളുടെ ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത, ഒരു ലവ് അഫെയർ. അതുമല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളിവിടെ ആഗ്രഹിച്ചിട്ടുണ്ടാവും ആ വ്യക്തി വരണമെന്ന്. അങ്ങനെയുള്ള ഒരു വ്യക്തി വരുന്നു. നിങ്ങൾ വീണ്ടും സന്തോഷത്തിലൂടെ, ഐക്യത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പോകാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഡോർ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ്. വ്യക്തിപരമായ ചില ഹീലിങ്ങിനും ഹാപ്പിനെസ്സിനുമുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട്.
മനസ്സിലായി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ചില കാര്യങ്ങൾ, നിങ്ങൾക്കിപ്പോൾ ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ചില കാര്യങ്ങൾ ഒക്കെ നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് അങ്ങനെ ഒരു എനർജി വരുന്നുണ്ട്, വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ പടിവാതിക്കൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. വരും, വരാതിരിക്കില്ല, താമസിയാതെ അത് നിങ്ങളിലേക്ക് വരും. ഒരു ഹാപ്പിനെസ്സിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. സന്തോഷിക്കാനുള്ള അവസരം, ആരോഗ്യ സംബന്ധമായിട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇവിടെ പേഷ്യൻസ്, ക്ഷമയോടുകൂടി ഇരിക്കൂ എന്ന് പറയും. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട്, അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കൂ. ക്ഷമയെന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും ഉന്നതമായ, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അക്ഷരങ്ങളാണ് ക്ഷമ എന്ന് പറയുന്നത്. ഇതെല്ലാവരും പാലിച്ചിരിക്കണം. ക്ഷമയില്ലായ്മ നിമിത്തം എത്ര പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് അല്ലേ? എത്ര വളരെ വളരെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ഒരുപാട് ബന്ധങ്ങൾ അകലുന്നു. എന്തുകൊണ്ട്? ക്ഷമയില്ലായ്മ. അതുകൊണ്ട് ക്ഷമ നിങ്ങൾ ശീലിക്കണം. അത് അത്യാവശ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക തന്നെ വേണം. അതിനെ പ്രാവർത്തികമാക്കാനും കൂടെയുള്ള മനസ്സുണ്ടാവണം. എനിക്ക് ക്ഷമയുണ്ട്, ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആ ഒരു വാക്കിന്റെ അർത്ഥം, മീനിങ് അറിഞ്ഞിട്ട് അതിനെ പ്രാവർത്തികമാക്കണം. അതാണ് വേണ്ടത്. ഇവിടെ ഫസ്റ്റ് ചക്ര ആർക്കേഞ്ചൽ മിഖായേൽ അല്ലെങ്കിൽ മൈക്കൽ. ഫസ്റ്റ് ചക്ര ഏതാ? 7 ചക്രാസിൽ ഫസ്റ്റ് ചക്ര ഏതാണ്? റൂട്ട് ചക്ര അല്ലേ? റൂട്ട് ചക്രയുടെ കളർ എന്താണ്? റെഡ് കളർ. അപ്പോൾ റൂട്ട് ചക്ര ഇവിടെ ആക്റ്റീവ് ആകുന്നുണ്ട്. ആക്റ്റീവാക്കി എടുക്കണം. എന്തിനാണ് നമ്മൾ റൂട്ട് ചക്ര ആക്റ്റീവാക്കി എടുക്കുന്നത്? നമ്മുടെ മണി ബ്ലോക്കിനെ ഇല്ലാതെയാക്കാൻ. മനസ്സിലായോ? മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചക്രയിൽ നിന്നും, മൂലാധാരത്തിൽ നിന്നും അല്ലെങ്കിൽ റൂട്ട് ചക്രയിൽ നിന്നും, ബേസ് ചക്ര എന്ന് പറയുന്നതാണ് റൂട്ട് ചക്ര. നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു ചെടിക്ക് ഏറ്റവും അത്യാവശ്യകരമായ കാര്യമാണ് റൂട്ട് എന്ന് പറയുന്നത്. ഒരു ചെടി അങ്ങോട്ട് നട്ടു കഴിഞ്ഞാൽ റൂട്ട് ഇല്ലാതെ കൊണ്ട് അതെന്താണ്? അത് മുന്നോട്ട് വളരത്തില്ല, വളർച്ച ഇല്ലാതെയാവും. അപ്പോൾ അത് മണ്ണിനടിയിലേക്ക് ഇറങ്ങി ആ റൂട്ടാണ് നമുക്ക് ആ ചെടിയെ വളരാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലേ? മണ്ണിന് അടിയിലുള്ള ജലാംശവും വളവും ഒക്കെ വലിച്ചെടുത്തിട്ടാണ് പിന്നെ ചെടിയെ വളരാൻ അനുവദിക്കുക എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ റൂട്ട് ചക്രയെ നമ്മൾ ബലപ്പെടുത്തിയെടുക്കുക. അപ്പോഴവിടെയാണ് നമുക്ക് സ്നേഹം, അതുപോലെ തന്നെ ലവ്, അതുപോലെ തന്നെ മണി ബ്ലോക്കിന് നമുക്ക് കിട്ടാനുള്ള സാമ്പത്തികത്തിന് നമുക്ക് തീർച്ചയായിട്ടും നമ്മളിലേക്ക് തിരിച്ചു വരാനുള്ള എനർജി ഉണ്ടാക്കും. റൂട്ട് ചക്രയെ ആക്റ്റീവാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളിലുള്ള മണി ബ്ലോക്ക് മാറിക്കിട്ടും. നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാക്കും. മനസ്സിലായി? ജോലി ചെയ്യാൻ മടിയാണെങ്കിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മളിലേക്ക് കിട്ടാനുള്ള സാമ്പത്തികമെങ്കിലും കിട്ടും. അതുപോലെ തന്നെ മറ്റ് പല വഴികളും വരും. സാമ്പത്തികം കിട്ടണമല്ലോ, അപ്പോൾ അവിടെ നമ്മളെ ഭൂമിയുമായിട്ടൊന്ന് ഉറപ്പിക്കണമല്ലോ നമ്മളെ. മനസ്സിലായോ? അപ്പൊ അതാണ് പറയുന്നത് റൂട്ട് ചക്രയെ ബലപ്പെടുത്തിയെടുക്കൂ എന്ന്. റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ടാണ് നമുക്ക് ധാരാളമായിട്ട് നമ്മളിലേക്ക് സാമ്പത്തികം ഉണ്ടാവുന്നത്, സാമ്പത്തികം വന്നു ചേരുന്നത്. നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നതും മുന്നോട്ട് പോകാൻ പറ്റുന്നതും അങ്ങനെയാണ്. ഇതാണ് ഇവിടെ ആർക്കേഞ്ചൽ മിഖായേലിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് ധാരാളമായിട്ടുണ്ടാകുന്നു. 3+5 8 ആണ് നമ്പർ. ഇവിടെ അബണ്ടൻസിൻ്റെ നമ്പറാണിത്. മനസ്സിലായി? അപ്പോൾ അബണ്ടൻസ്, അങ്ങനെയുള്ള സാമ്പത്തികപരമായ സമൃദ്ധി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് യെല്ലോ ഫ്ലവർ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കരുത്. ആരും മറന്നു പോകരുത്. ചിലപ്പോഴൊക്കെ ചിലർക്ക് മറന്നു പോകുന്നുണ്ടായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്. അപ്പോൾ പിന്നെ ചെയ്യാം, പിന്നെ ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ കമൻറ്റ് ഇടാം എന്നൊക്കെ വിചാരിച്ചിട്ട് വീഡിയോ കാണും, പക്ഷെ പിന്നെ വിട്ടുപോകും അല്ലേ? അതുകൊണ്ട് ആദ്യം തന്നെ അതിൽ ശ്രദ്ധിക്കുക. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.